ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് എന്തിനാണ്? ചിലരൊക്കെ പറയുന്നത് വീടുകളിലിരിക്കുന്ന ഗോപസ്ത്രീകളെ വിളിച്ചു വരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ഈ വേണുനാദം ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും നാസിക് ഡോളോ അല്ലെങ്കിൽ വല്ല പെരുമ്പറയൊക്കെ മുഴക്കിയാൽ കുറേ കൂടെ ദൂരത്തേക്ക് ഈ ശബ്ദം എത്തുമല്ലോ എന്ന് ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമഃ ശിവായ. ഇപ്പോൾ ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന, വളരെയേറെ ആരാധകരുള്ള, പല രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണ സങ്കല്പം. അല്ലേ? കൃഷ്ണൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വിവാദ ദേവത ആയിരുന്നു, നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുള്ളതാണ്. അല്ലേ? ശ്രീകൃഷ്ണൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, പലതരത്തിലുള്ള ആരാധനകൾ കൊടുക്കുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തന്നെ ഒരുപാട് ബിംബങ്ങൾ നിറഞ്ഞ ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരുപാട് സിംബൽസിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാലത്ത് റഷ്യയിൽ വളരെ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടായി എന്നാണ്, ഭഗവത്ഗീത കത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൽ ഈ പറയുന്ന ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്ന ഒരു സംഗതി ഉൾപ്പെടെ, അതുപോലെ തന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന കുറ്റം ഉൾപ്പെടെ ഒക്കെ ആരോപിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ മൊഴികളാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വാണിയാണെന്ന് പറയപ്പെടുന്നു. ആധുനിക കാലത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. അതായത് മാനേജ്മെൻറ്റ് ടെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം, മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ പറയുന്ന ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഫോർവേഡ് കാസ്റ്റ് അല്ല. അദ്ദേഹം എന്ന് പറയുന്നത് OBC വർഗ്ഗക്കാരനാണ്. ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിൽക്കുന്നത് OBC കാരനാണ്. യാദവൻ എന്ന് പറയുന്ന ഒരു കുലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നതാണ്. അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃഷ്ണനാണ് ഈ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത് ഒരു ജാതിയെ ബേസ് ചെയ്ത് പറയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ജാതീയമായ സങ്കല്പങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബ്രാഹ്മണനായിട്ട് തന്നെ അവിടെ നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ബ്രാഹ്മണ്യത്തേക്കാണല്ലോ കൂടുതലായിട്ടൊരു ഉയർന്ന ജാതി എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ പറയപ്പെടുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജന്മബ്രാഹ്മണ്യമല്ല, കർമ്മബ്രാഹ്മണ്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർമ്മബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലൂടെയുള്ള സഞ്ചാരമാണ് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അല്ലെ? ബ്രഹ്മത്തിലേക്ക് സഞ്ചാരം എന്ന് പറഞ്ഞാൽ ടു ദ അബ്സല്യൂട്ട് ട്രൂത്ത് എന്നുള്ളതാണ്, ശരിയായ സത്യത്തിലേക്കുള്ള യാത്ര എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രാഹ്മണനായ പൂജാരി അല്ലെങ്കിൽ ജന്മബ്രാഹ്മണനായ പൂജാരി പൂജിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ പൂജിക്കുന്ന ദൈവം എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് OBC കാരനാണ് അല്ലെങ്കിൽ യാദവനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീക്ഷണകോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വലിയ വിവാദങ്ങൾ ഉയർത്തേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ജന്മം എന്നുള്ളതല്ല, കർമ്മമാണ് പ്രധാനം എന്നുള്ളതാണ്. ഗീതയിൽ തന്നെ അദ്ദേഹം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു, കർമ്മണ്യേ ബാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നാണ്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് ഉപോദ്ബലകമായ ധാരാളം കഥകൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കർമ്മം ഏത് തന്നെ ആയാലും അതിനെ അതിൻ്റേതായ ശ്രേഷ്ഠതയിൽ, അതിൻ്റേതായ പരിപൂർണതയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ ജീസസ് ക്രൈസ്റ്റിലും കാണുന്നത്. റിപ്പോർട്ട് ഗ്രേക്കോ എന്ന് പറയുന്ന നോവലിൽ നിക്കോസ് കസാൻസാക്കിസ് പറയുന്നത് നമ്മളെല്ലാവരും ജീസസിനെ പോലെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കുരിശുണ്ട്. ആ കുരിശുമായിട്ട് സന്തോഷത്തോടു കൂടി ഗാഗുൽത്തയുടെ മുകളിൽ അല്ലെങ്കിൽ കാൽവരിയുടെ മുകളിലേക്ക് പോയിട്ട് ആ കുരിശിൽ അവസാനിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ധർമ്മം. ജീസസ് അത് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് റീസറക്ഷൻ അല്ലെങ്കിൽ നിത്യജീവൻ കിട്ടിയത്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. നമ്മൾ ജനിക്കുന്നത് ഏത് തരത്തിലുള്ള ഗോത്രത്തിലോ ഏത് തരത്തിലുള്ള വ്യവസ്ഥയിലോ ആയാലും ശരി, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ നന്നായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. 100% ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഡോണ്ട് ബോദർ അബൌട്ട് ദ റിസൾട്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 1-2 കാര്യങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കൃഷ് എന്നുള്ള പദത്തിൻ്റെ തന്നെ അർത്ഥം ആകർഷിക്കുക എന്നുള്ളതാണ്. അല്ലേ? ആകർഷിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ സങ്കല്പമാണെന്ന് പറയുന്നുണ്ട്, പ്രകൃതി പുരുഷൻ്റെ ലയമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം രീതികളിൽ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാൽ സമ്പന്നമായ ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പം.
അവിടെ ശ്രീകൃഷ്ണൻ നിൽക്കുന്ന രീതിയെ നമ്മൾ പറയുന്ന ത്രിഭംഗി എന്ന് പറയുന്ന ഒരു പോസ്റ്ററിലാണ് ശ്രീകൃഷ്ണൻ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തെ അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു പൊസിഷനല്ല ശ്രീകൃഷ്ണൻ നിൽക്കുന്നതാണ്. കാരണം ഒരു കാല് മാത്രം തറയിൽ ഉറപ്പിച്ച് മറുകാലെന്ന് പറയുന്നത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. സാധാരണയായിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. സാധാരണ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ നിൽക്കുമ്പോൾ രണ്ട് കാലുകളിലേക്കും ഈക്വലായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേണം നമ്മൾ നിൽക്കാനെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്തിനാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ നിൽക്കുന്നത്? ശ്രീകൃഷ്ണൻ നിൽക്കുന്ന ആ ഒരു പോസ്റ്ററിനെ നമ്മൾ പറയുന്ന പേര് ത്രിഭംഗി എന്നാണ്. ത്രിഭംഗി. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാല് ഭൂമിയിൽ ഉറച്ച് ചവിട്ടി വച്ചിരിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നമ്മൾ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ വി ആർ ഡെസ്റ്റൈൻഡ് ടു വർക്ക് എന്നാണ്. അല്ലെ, ഇൻസെസൻ്റലി വി ഹാവ് ടു വർക്ക് എന്നാണ്. അതായത് വിതൗട്ട് എനി സ്റ്റോപ്പ്, അല്ലെ, വിതൗട്ട് എനി ബ്രേക്ക് വി ഹാവ് ടു വർക്ക്. നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെ, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഭൂമിയിൽ നമ്മൾ ഉറച്ചു നിന്ന് നമ്മൾ കാണുന്ന പരിസ്ഥിതി, നമ്മൾ ജനിച്ച സ്ഥലം, നമ്മൾ ജനിച്ച സമയം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് താൻ ആരായിട്ടാണോ ജനിച്ചത് അതിൻ്റെ കർമ്മങ്ങൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കർമ്മത്തിൻ്റെ പുരോഗതി വേറെ ഒരു വിഷയമാണ്, അത് അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ മറുകാല് എന്ന് പറയുന്നത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അതായത് ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇതെല്ലാം തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടവനാണ് എന്നൊരു ധാരണ കൂടിയാണ് ഈ മറ്റേ കാലുകൊണ്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ദ്യോതിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഈ പോസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് ത്രിഭംഗി എന്ന് പറയുന്നൊരു പോസ്റ്ററാണ്. അല്ലെ, വളരെ കാവ്യാത്മകമായൊരു ചിത്രമാണ് ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ കാണാൻ പറ്റുന്നത്. ഒരു പശുവിൻ്റെ പുറത്ത് ചാരി നിന്നുകൊണ്ട് ഓടക്കുഴൽ വായിക്കുന്ന വളരെ സുന്ദരനായ ഒരു യാദവ ബാലനെയാണ് നമ്മൾ ശ്രീകൃഷ്ണ സങ്കല്പത്തിലൂടെ കാണുന്നതെന്നാണ്. അപ്പോൾ ഈ പോസ്റ്ററിൻ്റെ പേര് ത്രിഭംഗി എന്നാണ്. ഇനി ശ്രീകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഓടക്കുഴലിൻ്റെ സങ്കല്പമാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ, ശ്രീകൃഷ്ണൻ്റെ നിറം നമുക്കറിയാം നീലവർണ്ണം ആണെന്ന് പറയുന്നു. അല്ലെ, ആകാശത്തിൻ്റെ നിറവും നീലയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സങ്കല്പ യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷേ ആ നിറം അങ്ങനെ തോന്നിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ സങ്കല്പങ്ങളിലും ഭാവനകളിലും നമ്മൾ പറയുന്നത് ആകാശം എന്ന് പറയുന്നത് നീല നിറമാണെന്ന് പറയുന്നു, കടലിൻ്റെ നിറവും നീലയാണെന്ന് പറയുന്നു. അല്ലേ, അപ്പോൾ ഇങ്ങനെ അനന്തമായ സംഗതികളെ, അനന്തമായ സങ്കല്പങ്ങളെ ഉദ്ദേശിക്കുന്ന എറ്റേണിറ്റിയുടെ കളറായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ബ്ലൂ അല്ലെങ്കിൽ നീല എന്ന് പറയുന്ന കളറിനെ സങ്കല്പിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിലുള്ള 7 ദ്വാരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള 7 ദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ 9 ദ്വാരങ്ങളാണുള്ളത്. നമ്മളതിനെ പറയുന്നത് നവദ്വാരങ്ങളെന്ന് പറയുന്നു. ഇതിലെ 2 ദ്വാരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് താഴെയും ബാക്കിയുള്ള 7 ദ്വാരങ്ങളെന്ന് പറയുന്നത് കഴുത്തിന് മുകളിലുമാണ്. അപ്പോൾ ഈ കഴുത്തിന് താഴെയുള്ള ദ്വാരങ്ങൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് അധമ ദ്വാരങ്ങളെന്നും കഴുത്തിന് മുകളിലുള്ളതിനെ നമ്മൾ പറയുന്നത് ഉത്തമ ദ്വാരങ്ങളെന്നും പറയുന്നുവെന്നാണ്. അപ്പോൾ ഈ ഉത്തമമായ ദ്വാരങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അതിലൂടെ എറ്റേണിറ്റി ഒഴുകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നു എന്ന സങ്കല്പത്തിൻ്റെ താത്വികമായ ഒരു ചിന്ത അല്ലെങ്കിൽ താത്വികമായ ഒരു അവലോകനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് വായുണ്ട്, അതുപോലെ തന്നെ മൂക്കുണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകളുണ്ട്, അതുപോലെ തന്നെയാണ് ചെവികളുള്ളത്. അല്ലേ, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ഒരു ധ്യാന നിമഗ്നമായ അവസ്ഥയിൽ എന്നതുപോലെ നമ്മൾ ഈ പറയുന്ന അവയവങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ എറ്റേണിറ്റി ഒഴുകുന്നു അല്ലെങ്കിൽ അനന്തത ഒഴുകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ എപ്പോഴും എന്താണ്, റൂമിയൊക്കെ പറയുന്ന പോലെ ഒരു കവിത പോലെ ആയിരിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു വേണുനാദം പോലെ മനോഹരമായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ വലിയൊരു ദർശനമാണെന്നാണ്. അല്ലേ, നമ്മളീ കാണുന്നതെല്ലാം തന്നെ പലപ്പോഴും പലതും ആലോചിച്ച് നമ്മളിങ്ങനെ വിഷമിക്കാറുണ്ട്. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ചിന്തയായിട്ടായിരിക്കണം നമ്മളിതിനെ കാണേണ്ടത്. അതായത് ഒരു കാല് ഉറപ്പിച്ച് നിൽക്കുന്നു, മറുകാലെന്ന് പറയുന്നത് തൊട്ടിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ഉള്ള കാര്യത്തിന് ഇതൊരു ജസ്റ്റ് ലൈക്ക് എ മിറാഷ്, അല്ലെ, ഇതൊരു മിറാഷ് പോലെയാണ്, ഇതൊരു സ്വപ്നം പോലെ മാത്രമാണ്. ഈ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നിത്യതയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിപാവനമായ ആ ശുദ്ധബോധത്തിലേക്ക് നമ്മൾ ഉണരുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെ കാണേണ്ട ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥയുടേതായ ഈ ഇത് അതിനകത്ത് എഴുതി വെച്ചുവെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ 4 രീതികളിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു എന്നാണ്. അല്ലേ, വൈശ്യനായും ശൂദ്രനായും ക്ഷത്രിയനായും ബ്രാഹ്മണനായിട്ടും അദ്ദേഹം നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ താത്വികമായ ഒരു അവലോകനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെ നമുക്കും എന്തെയാകാൻ പറ്റും എന്നാണ്, ശ്രീകൃഷ്ണനായി മാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ള സങ്കല്പം. കാരണം ഇതിന് ഒരുപാട് കോഡുകൾ നിറഞ്ഞ ഒരു സംഗതിയാണ്, ഒരു പ്രതിനിധാനമാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതിൽ ബാക്കി ഒരുപാട് കോഡുകളുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പറഞ്ഞ 2 കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ് പോസ്ചറിനെ നമ്മൾ പറയുന്നത് ത്രിഭംഗി എന്ന് പറയുന്നു. അദ്ദേഹം ഓടക്കുഴൽ വായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ അനശ്വരത ഒഴുകുന്നു എന്നുള്ളതാണ്.
അല്ലേ? നമുക്ക് പിന്നെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ മഹാകാവ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ടാഗോർ പറയുന്നത് ഇതുപോലെയാണ്, മേക്ക് മീ ദൈ ലയർ എന്നാണ്, എന്നെ നിൻ്റെ വാദ്യോപകരണമാക്കുമെന്നാണ്. അതിലൂടെ നീ ഇങ്ങനെ ഒഴുകുക എന്നാണ്. അപ്പോൾ ഈ നീ എന്ന് പറയുന്ന ആരെയാണ്? എറ്റേണിറ്റിയാണ്, അല്ലെങ്കിൽ അനശ്വരതയാണ്, അല്ലെങ്കിൽ അനന്തമായ കാലത്തിനെയാണ്, ഈശ്വരനെയാണ്. നമുക്ക് ഏത് സങ്കല്പത്തിന് വേണമെങ്കിലും നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ അനന്തതയുടെ ഒരു ഭാഗമാണ് ഞാനും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളിലൂടെ സംഗീതം ഒഴുകുന്നു, ദിവ്യമായ സംഗീതം നമ്മളിലൂടെ ഒഴുകുന്നു, ആ ദിവ്യമായ സംഗീതം തന്നെ നമ്മൾ ആയിത്തീരുന്നു എന്നുള്ള മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്.